Hi guys. Kashi. Hi. Welcome back to my YouTube channel. അങ്ങനെ നമ്മള് സെക്കൻഡ് ഡേ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി. സെക്കൻഡ് ഡേ ഇൻ കൊച്ചിൻ. ഇന്ന് നമ്മുടെ മെയിൻ പരിപാടീസ് എന്ന് പറയുന്നത് വെഡിങ് ഷോപ്പിംഗ് അല്ലേ. ഇവിടെ അമ്മയുണ്ട്, ഫ്രണ്ടിൽ അച്ഛനുണ്ട്. അച്ഛൻ ഹായ് പറഞ്ഞ അച്ഛൻ. ഹായ്. തരുൺ ചേട്ടനുണ്ട്, തരുടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇതിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുറെ ഷോപ്പിംഗ് ഉണ്ടല്ലേ. കല്യാണത്തിന് എനിക്ക് കല്യാണ സാരി, ബാക്കി എല്ലാവരുടെയും സാരി എടുത്തു എനിക്ക് എടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇവന് കുറച്ച് സാധനങ്ങൾ ലുലുന്ന് മേടിക്കണം. പിന്നെ കല്യാണത്തിന് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകണു. അവിടുന്ന് ഷോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മള് കല്യാണം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് മേടിച്ചിട്ട് നമ്മള് വീട്ടിൽ പോവും. Then we'll go for lunch. എന്നിട്ട് നമ്മള് ഷീമാട്ടി പോയി. ലഞ്ച് ഇപ്പൊ പറയാം. സർപ്രൈസ് ആയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉച്ചക്ക് എന്ത് കഴിക്കണം എന്നുള്ള ഡിസ്കഷൻ. എന്താ ചൈനീസ്. ഞങ്ങളപ്പോ ഒന്ന് ഉച്ചക്ക് നമ്മള് കാനഡയിൽ വരുമ്പോ തന്നെ ഒരു ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം എവിടുന്ന് എന്തൊക്കെ കഴിക്കണം എന്ന്. ഞങ്ങള് കൂടെ കൂടുന്നു, അത്രേ ഉള്ളൂ. നമ്മളെല്ലാരും ഇന്ന് ഓരോരോ ചാർട്ട് അനുസരിച്ച് ഞങ്ങൾ ഉച്ചയാകുമ്പോ ഓരോ സ്ഥലത്തേക്ക് പോകും. ഇനി ഒരാഴ്ച കഴിഞ്ഞ എല്ലാ ബ്ലൗസും ലൂസ് ആക്കേണ്ടി വരും കല്യാണത്തിന് മുന്നേ ഇവരെത്തിയോണ്ട്. നമ്മൾ ഉച്ചക്ക് എവിടെ പോകുന്ന പാലു? നമ്മൾ ഉച്ചക്ക് ചിയാങ്ങിൽ എന്താ ഉണ്ടാ കഴിക്കുന്നേ? ചോദിക്കാനില്ല. അമേരിക്കൻ ചോപ്സി, ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി പോർക്ക്, ചില്ലി ബീഫ്. പക്ഷെ ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന്. ഞങ്ങളങ്ങനെ ലുലു എത്തി. ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോവാണ്. കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനുണ്ട്, കാശിയുണ്ട്. കാശി ലോലിപ്പോപ്പ് മേടിക്കണ്ടേ? ലുലു വന്നിരിക്കുന്നത് കാശിക്ക് ലോലിപ്പോപ്പ്. എന്താ അച്ഛൻ രഹസ്യം പറയണേ? ഞാൻ കേട്ടില്ല. ചേച്ചിയുടെ ഒരു സാധനങ്ങളും അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നില്ല. വെയിറ്റ് കാരണം അവൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ മാറ്റി. അപ്പോൾ കാശിക്ക് സോപ്പ്, ഷാംപൂ, പിന്നെന്താ സോപ്പ്, ഷാംപൂ, വൈപ്സ്. ഇപ്പോൾ കൊതു എല്ലാം കഴിച്ച് കുത്തി വെച്ചിരിക്കുകയാണ്. കൈ കാണിക്കുക കാശി. എവിടെ കാശിന്റെ കൊതു കുത്തിയേ? എവിടെ കൊതു കുത്തി? കുച്ചിയാതാ കൊജു. ഓർമ്മകളാണ്. നാൻ പ്രോ. കാശി കൊറേ നാൻ പ്രോ കുടിച്ചിട്ടുണ്ട്. കാശി നിനക്കിത് ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ടാ? കാശി കുടിച്ചിട്ടുണ്ടോ ഇത്? ഓർമ്മയുണ്ട്. അമ്മ ടെൻഷൻ ഉണ്ടോ കല്യാണത്തിന്? ടെൻഷനായി കുറഞ്ഞു. ബിക്കി വേണോ? ബിക്കി എന്താ വേണ്ടേ? ലോൽപൂ മേടിക്കാം. വേറെന്താ വേണ്ടേ? ഈ സ്ട്രോളറിൽ കാശിനെ കൊണ്ടുവല്ല, ഇപ്പോൾ കാശി സ്ട്രോളർ കൊണ്ടു നടക്കുകയാണ്. അതായത് ഈ സ്ട്രോളർ കാശിക്ക് കുറച്ച് ചെറുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്ട്രോളറാണ് ഏറ്റവും സൂപ്പർ കംഫർട്ടബിൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. കാരണം ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, ഭയങ്കര കോമ്പാറ്റബിളാണ്. നമ്മുടെ കയ്യിൽ വേറെ സ്ട്രോളർ ഉണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ പൊതുവെ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതേപോലെ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇതൊരു നല്ല ഓപ്ഷൻ അല്ലാതെ നമുക്ക് മനസ്സിലായി.
ആ ഇത് തന്നെ എടുക്കാം, പെട്ടി തന്നെ എടുക്കുക. ബോക്സ് എടുക്കാനാ? ആ അതൊക്കെ മേടിച്ചത് എന്നിട്ട് അത് കൂടെ ഇതാ ലോലിപോപ്പ്, ഫുൾ ബിഗ് ലോലിപോപ്പ്. ലോലിപോപ്പ് ലോലിപോപ്പ് പോയി കാശി. അത് വേണ്ടേ? കാച്ചിക്ക് ലോലിപോപ്പ് കിട്ടിയോ? ലോലിപോപ്പ് അല്ലേ വേണ്ട, ഇത് വേണോ? ഇതൊക്കെ മുളകി സാധനം ഓരോന്നുള്ളത് അതിഷ്ടമില്ല. അതിഷ്ടമല്ല, അവന് ഇന്നത്തെ കഴിച്ചു കിട്ടുന്നത്. ദേ പാറു ജോളി റാൻസർ പാക്ക്, ലോലിപോപ്പ് പാക്ക്. ഇതോ? ആ അതിൻ്റെ ഇപ്പുറത്തത് പാർട്ടി പാക്ക്. ആ അത് മതി. ഇത് മതിയല്ലേ? തരാം പൊട്ടിച്ചേരാം, അമ്മ പൊട്ടിച്ചേരാം. 45 രൂപ. ആ അത് 2 എടുത്താൽ മതി. ഇതാടാ ലോലിപോപ്പ്. അതിങ്ങ ഗിന്നി വരാ. താങ്ക് യു പറയില്ല അമ്മയോട്. കേട്ടില്ല. അപ്പൊ അച്ഛനില്ലേ താങ്ക് യു? അച്ഛയോട് താങ്ക് യു പറയൂ. അതാണോ? എന്താ 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 സാധനം എന്താ? പേരക്ക. ഏതാ? ഇത്രയ്ക്ക് സീനാണ്. അസിഡിക്കാണോ? കാശി കാശി ഇതെന്താ? കിൻഡർ ജോയ്. കിൻഡർ ജോയ് എന്താ? കിക്കി ജോയ്. കാശി എങ്ങനെയുണ്ട്? യമ്മി? You like? It's nice. ഷോ നൈസ് അല്ലേ കാശി? ജിറാഫിന് കൊടുക്കാം. Okay, good boy. മതിയാ? You don't want? ഇത്ര മധുരമൊന്നും ഇഷ്ടമില്ല, വെറുതെ. കാശി അനു മാറ്റിക്കോട്ടെ, അടുത്തതിന് പിടിക്കുന്നുണ്ട്. ലുലുവിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ചിയാങ് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പോകുന്ന ഒരു സ്പോട്ടാണിത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റാണ്. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഭയങ്കര സൂപ്പറാണ് ഇവിടുത്തെ ഫുഡ്. കാനഡ ഉള്ള സമയത്ത് തരുൺ ചേട്ടൻ ഒരുപാട് മിസ് ചെയ്ത ഒരു സ്പോട്ടാണിത്. കാരണം ഇവിടുത്തെ അമേരിക്കൻ ചോപ്സ് തരുണിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അമേരിക്കൻ ചോപ്സ് പറയട്ടോ. ഇവിടെ അവിടെ കറക്റ്റ് ഈ ചൈനീസ് ഇവിടുത്തെ ടേസ്റ്റ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ചൈനീസ് ചോപ്സ്, എവിടെ ചൈനീസ് അമേരിക്കൻ ചോപ്സ് കണ്ട അമേരിക്കൻ ചോപ്സ് അവൻ വേറെ എവിടെയും ഇവിടുത്തെ ടേസ്റ്റ് ഇല്ല. എന്താണ് കാശി, നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്ത് പാപ്പു വേണം? ആ ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് അമ്മൂമ്മയുടെ പൊപ്പ് എടുത്ത് അമ്മയ്ക്ക് വെച്ചാ? അമ്മയ്ക്ക് താടാ, അമ്മയ്ക്ക് വെച്ചതാ. അമ്മൂമ്മയ്ക്ക് വെച്ചാടാ പോയി അത് പോയി, പൊപ്പ് പോയി. അത് പറഞ്ഞു. കാശിക്ക് എന്താ വേണ്ടേ? ആ ദാറ്റ് വൺ ഏതാ വേണ്ടത് നിനക്ക്?
ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്കണേ, ഇതെന്ത് വേണമെന്ന്. വിളിക്കുകയാണ്. ആ എന്താ വേണ്ട കാശി? ഡാഡ് ഇത് വേണോ? തരും തരും. ഓക്കെ, താങ്ക് യു പറ, താങ്ക് യു പറ. താങ്ക് യു. അമേരിക്കൻ ചോപ്സ് പിന്നെ ചില്ലി റോസ് കൊടുക്കും. ഇനി എന്താ വേണ്ടേ? റോസ് ബീഫാണ്. ഇനി എന്താ കാശിക്ക് വേണ്ടേ? പുള്ളി നോക്കാണ്. വരും വരും വരും. റോസ് ബീഫ് പുറകിൽ നോക്കി, പുറകിൽ നോക്കി. പറഞ്ഞിട്ടുണ്ട്, എടുക്കുന്നുണ്ട്. അതും എടുക്കുന്നുണ്ട്. അത് കാശിയാ ബീഫും ആക്കിമുണ്ട്. എടുക്കുന്നുണ്ട്. ചൂടാണ്, നോക്കണം, കൈ കൊള്ളരുത്. താങ്ക് യു ഓക്കെ. ചൂടാണ് പിന്നെ ചൂടുണ്ട്. മുക്കാന്നൊന്നുമില്ല കഴിച്ചു. കൗഫിന് കൊടുക്കുന്നു. താങ്ക് യു. Thank you, Kashi. കൊടുക്കാം, അപ്പൂപ്പനും അച്ഛനും കൊടുക്കും. അച്ഛന് കൊടുക്കും, അച്ഛന് കൊടുക്കും. അച്ഛന് അച്ഛനും കാശി എങ്ങനെയാ ഊതുന്ന? ചൂട് എങ്ങനെയാ? മറ്റേ കാപ്പിയുടെ കപ്പിയാ പറഞ്ഞത്, എല്ലാ ദിവസവും പോയി എടുത്തോണ്ട് കാശി ഹാപ്പി? കാശി യമ്മി. അല്ല, മെനു ഒക്കെ നോക്കി തന്നെ പറയുന്നത്. ഐസ്ക്രീം പറഞ്ഞു എന്താ കാശി കഴിക്കുന്നേ? കാശി എന്താ കഴിക്കുന്നേ? ഫ്രഞ്ച് ഫ്രൈസ്. വേണ്ട വേണ്ട വേണ്ട. മുട്ട തരുന്നുണ്ടോ? വേറെ എന്ത് ഞാൻ തരും, പക്ഷേ അമേരിക്കൻ ചോപ്സിലെ മുട്ട എന്നോട് ചോദിക്കരുത്. അങ്ങനെ ചിയാങ്ങിന്ന് കഴിക്കാൻ കൊതിയുള്ള എല്ലാ ഐറ്റംസും ഓരോ പ്ലേറ്റ് വെച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തു. അവിടുത്തെ ചിക്കൻ എഗ് ഓംലെറ്റ് ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ചില്ലി ബീഫ്, അമേരിക്കൻ ചോപ്സ് എല്ലാം ഓരോ പ്ലേറ്റ് വെച്ച് ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കാം. കാശി ബേബി, ഓ കാശി ബേബിക്ക് സിറ്റ് ഡൗൺ ചെയ്യണോ? വേണ്ട അമ്മ, എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട്? പഴയ ടേസ്റ്റ് ഉണ്ട്. നല്ല എന്തൊക്കെയാ? ബീഫ്, പോർക്ക്, ബീഫ്. ഇതെന്തൊക്കെയാ? റോസ് ബീഫ് വിത്ത് ക്യാപ്സിക്കം, മറ്റേത് ചില്ലി ബീഫ്. ആഗ്രഹങ്ങളൊക്കെ തീർന്നില്ലേ? അതും ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങനെ കാണിക്കും. ഹായ് ഹാൻഷം. ഹായ് വിളിക്കണം. അപ്പൊ അയ്യോ ഏത് റൂട്ടാണ്? വെച്ചോ വെച്ചോ. എനിക്ക് വയറ് നിറഞ്ഞു. എടാ എന്റെ അമ്മേനെ വിടടാ. കാശി ഏത് കളർ സാരിയാണ്? അങ്ങനൊന്നുമില്ല, അമ്മയുടെ ഇഷ്ടം. അമ്മയുടെ സാരിക്ക് ഭയങ്കര ഫാൻസാണ്.
അമ്മയ്ക്ക് ഭയങ്കര സാരി സെൻസ് ആണെന്നൊക്കെ. നോക്കാം നമുക്ക്. എനിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് കുറച്ച് ഡാർക്കായിട്ട് ഏതെങ്കിലും കളർ. അങ്ങനെ ഷീമാട്ടിയിലെത്തി സാരി ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറേ സാരികൾ ട്രൈ ചെയ്തു. കുറേ സാരീസ് ഉണ്ട് കേട്ടോ ഷീമാട്ടിയിൽ. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് സാരിയിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മാനും എല്ലാവരും ഇങ്ങനെ നോക്കി എനിക്ക് ചേരുന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മൾ ആക്ച്വലി വേറെ എവിടെയും പോയില്ല കേട്ടോ. ഒരു 10-20 മിനിറ്റിൽ ഞാൻ എൻ്റെ സാരി എടുത്തു. കാരണം എനിക്ക് അത്രയ്ക്കുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഫുൾ ജോലിയൊക്കെ ചെയ്തിട്ട് എനിക്ക് 3:30-4 മണി വരെ എന്നും ജോലിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം ഒരു സാരി എടുക്കണം എന്നുള്ള ഒരു മനസ്സിലാണ് സാരി എടുക്കാൻ വേണ്ടി പോയത്. അങ്ങനെ അവിടെയുള്ള കുറേ സാരികൾ നമ്മൾ വെച്ച് നോക്കി. ഞാൻ ഈ വട്ടം റെഡ് എടുക്കില്ല, വേറൊരു കളർ എടുക്കാമെന്ന് വെച്ചിട്ട് കുറേ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ബ്ലൗസ് അത് കട്ടിയാണ്. അല്പം ഐശ്വര്യം വന്നാൽ ഞങ്ങൾക്ക് കുടുംബസമേതമാണ് എനിക്ക് സാരി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാനങ്ങനെ അവിടെയുള്ള കുറേയേറെ കളേഴ്സിലുള്ള സാരീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഒന്നും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഒരു ഡിഫറെൻറ്റ് കളറൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ സാരീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിലുള്ളൊരു സാരിയായിരുന്നു. ഈ കളർ നോക്കാം, ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തപ്പി വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു സാരിയാണിത്. എനിക്കിത് കണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ബ്ലൗസ് ഞാൻ ഗ്രീൻ ആക്കാമെന്ന് വിചാരിച്ചു. അതോടെ ഈ സാരി ഞാൻ എടുത്തു. അങ്ങനെ മിഷൻ ഒന്ന് അക്കംപ്ലിഷ്ഡ് ആയി. തരുഞ്ചാനുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നോക്കി തുടങ്ങി. അമ്മൂമ്മയൊന്നും ഇവിടെ ഇല്ല. ആണോ? ഫുൾ ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. അച്ഛ എക്സൈറ്റഡ് ആണോ കല്യാണത്തിന്? ടെൻഷൻ ഉണ്ടോ? ആ സന്തോഷമുണ്ട്. ശല്യത്തിനെ പറഞ്ഞു വിടുന്നൊക്കെ. ഞങ്ങൾ ഒരു ലോഡ് പടക്കം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ അന്ന് രാത്രി പൊട്ടിക്കാൻ. അല്ലേ കാശി? നമ്മൾ പടക്കം പൊട്ടിക്കൂലേ? പക്ഷെ ഞങ്ങൾ ആക്ച്വലി ശരിക്കും ഞങ്ങളുടെ അമ്മേനെ മിസ് ചെയ്യും പോയി കഴിഞ്ഞാൽ. നീ വേണമെങ്കിൽ ഇതിനെ കൂടെ കൊണ്ടുവയ്ക്കോ പോകുമ്പോ. അങ്ങനെ എൻ്റെ സാരിക്ക് മാച്ചാവുന്ന ഒരു കുർത്തി ഫൈനലി നമുക്ക് കിട്ടി. അപ്പം ഈ കുർത്തി കണ്ടപ്പോൾ തന്നെ തരുൺചേട്ടന് ഭയങ്കര ഇഷ്ടമായി. അധികം വർക്കൊന്നുമില്ല, സിമ്പിളാണ്, പക്ഷേ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ തരുൺചേട്ടൻ എടുക്കും. ഞങ്ങളുടെ രണ്ടാളുടെയും ഷോപ്പിംഗ് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാരണം രണ്ടാൾക്കും ഒന്നിനും വയ്യായിരുന്നു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകാം എന്നുള്ളൊരു മനസ്സായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ജെറ്റ് ലാഗും എല്ലാം കൂടി കുറച്ച് അവസ്ഥയായിരുന്നു. ഇതേ സമയത്ത് കാശി അവനോട് പുതിയൊരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അവരുടെ പുറയിലായിരുന്നു അതിന് ഫുൾ ടൈം. വാ വാ വാ. You eat doggy? You eat candy? You eat water? കാശിക്കുള്ള എല്ലാ ഡ്രസ്സുകളും കിഡ്സ് ബക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. അവന് കുഞ്ഞിലെ ജനിച്ചപ്പോൾ തൊട്ടുള്ള അവൻ്റെ എല്ലാ ഫംഗ്ഷൻസിനും ഡ്രസ്സുകൾ അവിടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരത് ചെയ്ത് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അയ്യോ ചുറ്റും